നമ്മളെ കാരണവന്മാരും കുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണം ചാരിയ ചാണം മണക്കും എന്നുള്ളത്. ചില ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഇട്ട് സംസാരിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഒരു വേദിക്കേണ്ടി വരുമ്പോൾ തന്നെ ഒരു ഓറുണ്ട്. പോയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളെ എനർജി വേറെ ലെവലിലാണ്. ഇപ്പം ചില ഉസ്താദുമായിട്ട് സംസാരിക്കുമ്പോൾ എനർജി വേറെ ലെവലിലേക്കാണ്, ഒരു പോസിറ്റീവ് സാധനം. അപ്പൊ 20 നിൽക്കുന്നത് പിന്നെ 80 സ്പീഡിലേക്ക് നമ്മൾ തിരിച്ചു പോകല്ലേ, ആ ഒരു സാധനം. ചിലവരോട് സംസാരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മളെ എനർജി അങ്ങനെ ഡൗൺ ആയിട്ട് ഒരു കജ്ജുംകാലും കുഴച്ചില് എന്താവുമെന്നറിയില്ല, ഒരു ഒരു ഇറിറ്റേഷൻ, ആ ഒരു സാധനം അത് നമ്മളെ ഗ്രോത്തിനെ ബാധിക്കും. അതിനെ പറ്റി എന്താ പറയാനുള്ളത്, ആ ഒരു സാധനത്തിനെ പറ്റി? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. അതിൽ എല്ലാം ഉണ്ട്. അതായത് ചന്ദനം എന്ന് പറഞ്ഞ സാധനത്തിനെ ഉപയോഗിക്കുന്നത് പോസിറ്റിവിറ്റിയാണ്, ചാണകം എന്ന് പറഞ്ഞ സാധനത്തിനെ ഉപയോഗിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, നമുക്ക് എന്താണോ കൊടുക്കുന്നത് ആ സാധനം റിട്ടേൺ കിട്ടുള്ളൂ. ഒരു കല്ല് മേലേക്ക് എടുത്തിട്ട് എന്നിട്ട് അവിടുന്ന് മാങ്ങ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. കല്ല് മേലേക്കിട്ട കല്ലേ വരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് ആവുക. ഇവിടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ നിരന്തരം കണക്ട് ചെയ്യുന്ന 5 ആളുകളിൽ ആവറേജ് ആവും നമ്മൾ. ആ 5 ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾ തന്നെ ആവും നമ്മളും. അത് നെഗറ്റീവ് മെൻറ്റാലിറ്റി ക്യാരി ചെയ്യുന്ന ചിന്തകൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ നെഗറ്റീവായിട്ടുള്ള ആളുകളാവും നമ്മൾ. ഇപ്പോൾ നമ്മൾ ഒരു 5 എൻജിനീയർമാരെ കൂടെ എന്ത് ചെയ്ത് ഒരു റൂമിൽ നിർബന്ധവശാൽ താമസിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മേ ബി ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങളെന്താവും, 6ാമത്തെ എൻജിനീയർ ആവും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെന്താവും, എൻജിനീയർ ആവും. കാരണം അവരുടെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, സൈറ്റിലേക്ക് പോവുകയാണ്, അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും നോക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതാവും അല്ലേ. ഇനി 5 ആൾക്കാർ വിഡ്ഢികളാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ വിഡ്ഢിങ്ങളാവും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സാധനം. പിന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരുപാട് പോസിറ്റിവിറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ വിശ്വാസവും അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ കണക്റ്റഡായിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം ക്യാരി ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ എന്താ പറയുക ഒരു റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. മനസ്സിലുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാവും, ചില ആളുകൾ കാണുമ്പോൾ തന്നെ ആ നെഗറ്റിവിറ്റി ഉണ്ടാവും. ഇതൊക്കെ അവർ ക്യാരി ചെയ്യുന്ന എനർജി എന്താണോ ആ സാധനത്തിന് അടുപ്പിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുക നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളത്. ഇപ്പോൾ